നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. അദ്ദേഹം വിട പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ 10 വർഷക്കാലത്തെ ഭരണം ഇന്ത്യയെ സംബന്ധിച്ച് എന്തുമാത്രം പ്രധാനമായിരുന്നു, എന്തുമാത്രം പുതിയ ദിശകൾ തുറന്നതായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വലിയ ഡിബേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തധികമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ നവസാമ്പത്തിക ഇന്ത്യയുടെ പിതാവെന്ന് പോലും അദ്ദേഹത്തെ ആളുകൾ വാഴ്ത്തിപ്പാടുന്നത് കേൾക്കുന്നു. ലോകം വലിയ റിസഷൻ അനുഭവിച്ച കാലത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്തിയ ഒരാൾ, ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പുതിയ വാതിലുകൾ തുറന്ന ഒരാൾ, താൻ ഭരിക്കുന്ന രാജ്യം ഏതാണ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ സമ്പദ്ഘടന എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പ്രതിസന്ധികളും സാധ്യതകളും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന വിധത്തിൽ വിവരമുണ്ടായിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മൻമോഹൻ സിംഗിൻ്റെ കാലം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അടയാളപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹം നിരന്തരമായി ജനങ്ങളോട്, പ്രസ്സിനോടൊക്കെയും അദ്ദേഹം കാണിച്ച വിശാലമായ സമീപനം നമുക്ക് ഈ കാലത്ത് കൗതുകമുള്ള ഒന്നായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം വലിയ തോതിൽ വേട്ടയാടപ്പെട്ടുവെന്നും ചരിത്രം അല്ലെങ്കിൽ ഭാവി എന്നോട് നീതി കാണിക്കും, ഇപ്പോൾ മീഡിയ അത് കാണിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാചകമാണല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുക. അത്രയും വേട്ടയാടപ്പെടാനുണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് ശേഷം വന്ന പുതിയ പ്രധാനമന്ത്രിയുടെ ഭരണകാലം മൻമോഹൻ സിംഗിനെ നമുക്ക് എന്തുമാത്രം പ്രാധാന്യത്തോടെ കൂടുതൽ ഉറ്റുനോക്കാൻ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. വേണുവേട്ടൻ എന്താണ് തോന്നുന്നത്? ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭാവി അല്ലെങ്കിൽ ചരിത്രം എന്നോട് നീതി ചെയ്യുമായിരിക്കും, മാധ്യമങ്ങൾ ചെയ്തില്ലെങ്കിലും എന്നാണ്. മോദിയുടെ ഭരണം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ട പല ആളുകളെയും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ഒന്നിനെ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എത്രയായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും ശരിയാവണ്ണം അനലൈസ് ചെയ്യുന്നുണ്ടോ? നിഷാദ് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വസ്തുതാപരമാണ്. ഞാൻ പക്ഷേ 4 കാര്യങ്ങളെ ആലോചിക്കുകയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. കുറച്ച് ക്രിട്ടിക്കലായി തന്നെയാണ് ആലോചിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഈ ധനമന്ത്രിയായി വന്ന സാഹചര്യം. ഒരു ബ്യൂറോക്രാറ്റ്, ജനങ്ങളുമായി ബന്ധമില്ലാത്തൊരാൾ, കണക്കുകളുടെ മാത്രം ലോകത്ത് വ്യവഹരിച്ചിട്ടുള്ള ഒരാൾ, ജനബദ്ധമായ ബജറ്റുകൾ രൂപപ്പെടുത്തുന്ന ഒരു പാർലമെൻറ്റേറിയനായി വരിക എന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് കണക്കാക്കുന്നു ഞാൻ. കാരണം അത്രയും സാങ്കേതികത്വമുള്ള മനസ്സായിരിക്കും ഉദ്യോഗസ്ഥ മേധാവിക്ക് എപ്പോഴും. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തെറ്റായ കീഴ്വഴക്കം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും ഈ VK കൃഷ്ണമേനോനൊക്കെ വന്നു. അത് നയതന്ത്രപരമായ കാര്യങ്ങളിലൊക്കെയുള്ള അവഗാഹം ആ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതും അത് ജനകീയമായൊരു മേഖലയല്ല. എന്നാൽ ബജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചവരുമായി നേരിട്ട് ഇടപഴകുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിനകത്ത് ജീവിതഗന്ധിയായ ഒരു മനസ്സും കയ്യൊപ്പുമൊക്കെയാണ് അതിൽ പതിയേണ്ടത്. അപ്പോൾ 91-ൽ ഈ പറയുന്ന RBI ഗവർണറായിരിക്കുന്ന ഇദ്ദേഹത്തെ ധനമന്ത്രിയാക്കുന്നത് ശരിയല്ലാത്തൊരു തീരുമാനമാണ്. അതേസമയം ഇദ്ദേഹം ഉപദേഷ്ടാവൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിക്കടക്കം ഉപദേഷ്ടാവായി നിന്നുകൊണ്ട് കൃത്യമായി ജനം ജയിപ്പിച്ചു കൊണ്ടുവന്ന ഒരാൾ ധനമന്ത്രിയായിക്കൊണ്ട് അയാളുടെ ബജറ്റുകളുടെ ദിശയെ നിർണ്ണയിക്കുക, അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ തെറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നീട് മോദിക്കടക്കം അതൊരു കീഴ്വഴക്കം ഉണ്ടാക്കി കൊടുത്തു. ഒരു ജനറൽ, ഒരു കരസേനാ മേധാവി മന്ത്രിയാകുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നോ? അപ്പോൾ മോദിക്കടക്കം എല്ലാ മേഖലകളിൽ നിന്നും ഇങ്ങനെ ആളുകളെ എടുക്കുക. രാഷ്ട്രീയക്കാരെന്തോ കുറഞ്ഞ കൂട്ടരാണ്. ഇപ്പോൾ PMO എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ളൊരു സ്ഥലമാണ്. അത് CMO ആയിരിക്കുമ്പോഴും ഗുജറാത്ത് ആയിരിക്കുമ്പോഴും അതേ ആളുകളെയൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഇൻഡക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടും. ഇപ്പോൾ ഗുജറാത്തിലേക്ക് ഒരു മണിപ്പൂരിലേക്ക് ഇപ്പോൾ ഗവർണറായി വിടുന്ന ആഭ്യന്തര സെക്രട്ടറി ഭല്ല എന്നൊരാളെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വിന്യസിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തെ ഒരു 2ാം നിരയിലേക്ക് വെച്ചുകൊണ്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികളെ കൊണ്ട് ജനായത്വത്തിൽ ഭരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അത് ആപൽക്കരമായി ഇപ്പോൾ മോദി ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ തുടക്കമിട്ടത് റാവു ആയിരുന്നു മൻമോഹൻ സിംഗിലൂടെ എന്ന ഒരു വിമർശനം എനിക്ക് ആ കാര്യത്തിലുണ്ട്. 2ാമത്തെ കാര്യം, അദ്ദേഹത്തെ പിന്നൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായി ഉയർത്തുകയാണ്. അത് നമുക്കറിയാം ആ സവിശേഷ സന്ദർഭം. അതിനു മുൻപ് ജനമെങ്ങനെ ഇദ്ദേഹത്തെ കണ്ടിരുന്നു എന്നത് നാം നോക്കേണ്ടതാണ്. ഒന്ന്, ഇത്രയും പുകഴ്ത്തി ഇദ്ദേഹം വലിയ ധനമന്ത്രിയായി ഇടപെടലുകളൊക്കെ നടത്തിയെന്ന് പറയുമ്പോഴും ജനം അദ്ദേഹത്തെ വിലയിരുത്തുകയുണ്ടായി. ഡൽഹിയിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ തോൽപ്പിച്ചുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി. എപ്പോഴെങ്കിലും നമുക്ക് തിളക്കമുള്ളൊരു പ്രകടനം, ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം നാം അയാളെ വീണ്ടും ഉയർത്തുകയാണ് പ്രധാനമന്ത്രിയായി. അയാളെയല്ല, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി ഉയർത്തുകയാണ്. ആ പ്രധാനമന്ത്രിയായി ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും, കോൺഗ്രസിൽ പ്രത്യേകിച്ച്, പ്രധാനമന്ത്രിമാർ തന്നെയാണ് പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത്. പാർട്ടി അധ്യക്ഷ പദവിയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് അങ്ങനെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഏറിയ കൂറും.
അപ്പോൾ ഈ പറയുന്ന രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഒന്നായി തന്നെ നിൽക്കുന്നു. ഭരണത്തെയും അതിൻ്റെ കേന്ദ്രവും അതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്രവുമായി ഒരാൾ തന്നെ നിൽക്കുന്നു. അത് ഛിദ്രങ്ങൾ ഉണ്ടാക്കും, പാർട്ടിക്കകത്തായാലും സർക്കാരിനകത്തായാലും. അത് ജനാധിപത്യത്തിൽ നല്ലതാണ്. ആരാത്യന്തികമായി വിജയിക്കുമെന്നതല്ല, അത് നല്ലതാണ് ആ സംഘട്ടനം എന്നത്. അതില്ലാതെയായി. ഇദ്ദേഹം സോണിയാഗാന്ധി എന്താഗ്രഹിക്കുന്നു അതിൻ്റെ നിർവഹണം മാത്രം ചുമതലയുടെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി ചുരുങ്ങിയപ്പോൾ സംഭവിച്ചത് കോൺഗ്രസിന് ഏതാണ്ട് 10 വർഷം അതിൻ്റെ രാഷ്ട്രീയമായ ജൈവശക്തി ചോർന്നുപോയി എന്നതാണ്. അതുകൊണ്ട് ഞാൻ കാണുന്നത് ഈ രാഹുൽ ഗാന്ധി ആ ബില്ലെടുത്ത് കീറിക്കളഞ്ഞില്ലേ, അതൊരു മനോഹരമായ സന്ദർഭമായിട്ടാണ്. കാരണം അവിടെയാണ് പ്രധാനമന്ത്രി എന്ന അധികാര കേന്ദ്രവും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടും ഭിന്നിക്കുന്ന ഒരു മനോഹരമായ സന്ദർഭം വന്നത്. അടുത്തൊരു കാര്യം, ഈ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനം സോണിയാഗാന്ധി എടുത്ത ഘട്ടമാണ് 2004. കൂട്ടുകക്ഷി സർക്കാരുകൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് ഒരു വലിയ ചുവടുമാറ്റമായിരുന്നു. സുർജിത്തിന് അതിൻ്റെ വലിയൊരു റോളുമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ. ആ ഘട്ടത്തിൽ മനോഹരമായി ഈ ജനാധിപത്യത്തിൻ്റെ പുഷ്കലകാലമെന്ന് പറയാവുന്ന ഇടതുപക്ഷം ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുക, അങ്ങനെയൊക്കെ നിൽക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കല്ല ഈ പറയുന്ന UPA ഇടത് ഏകോപന സമിതി ഉണ്ടാവുക, ബർദനും കാരാട്ടുമൊക്കെ അവിടെ പോയി സംസാരിക്കുക, അല്ലേ? അതൊക്കെ നാം കണ്ട ഒരു മനോഹരമായ കാലമായിരുന്നു അത്. അവിടെയൊക്കെ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മൻമോഹൻ സിംഗ് അതിൻ്റെ സമ്മർദ്ദം പിന്നീട് വെളിപ്പെടുത്തുന്നതല്ലാതെ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒരിക്കലും പറയുന്നത് കേട്ടിട്ടില്ല. സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ജനാധിപത്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വഴക്കമില്ലായ്മയുടെ ഒരു തെളിവ് കൂടിയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഈ പറയുന്ന ഈ സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം ജയിച്ചു വന്നത് ഒരു കോഴ ആരോപണം ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നേരിട്ട് ഉയർന്നതല്ല എങ്കിൽ പോലും അത്തരം നീക്കങ്ങളിലൂടെയൊക്കെ ആയിരുന്നു ഈ JMM കോഴക്കേസൊക്കെ വരുന്ന ഘട്ടം. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഇടതുപക്ഷവുമായി തെറ്റുന്നത്? അത് ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്നു, ഇവർ അതിജീവിക്കുന്നു, ഇവർ വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആണവ കരാറിനെ ചൊല്ലിയായിരുന്നോ നാം ആ ഒരു അത്രയും പുഷ്കലമായൊരു കൂട്ടുകക്ഷി സംവിധാനവും ഇടതുപക്ഷത്തിൻ്റെ പുറത്തു നിന്നുള്ള പിന്തുണയും ഒക്കെയുള്ള ആ ഘട്ടത്തെ ഇടപെടേണ്ടിയിരുന്നത്? മൻമോഹൻ സിംഗിൻ്റെ പിടിവാശിയായിരുന്നു അത്. അപ്പോൾ ആ കരാർ എങ്ങനെയാണ് ഉണ്ടായത്? US-ഉമായിട്ടുള്ള തന്ത്രപ്രധാനമായൊരു കരാറായി വന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിലെ കാതലായൊരു ചുവടുമാറ്റമായിരുന്നു അത്. റഷ്യയുമായി ഒക്കെ ബന്ധപ്പെട്ട് നാം അതുവരെ തുടർന്നു വന്ന, കോൺഗ്രസ് പോലും തുടർന്നു വന്ന പൈതൃകത്തിൽ നിന്നുള്ള വിച്ഛേദമായിരുന്നു. നാം ഏതാണ്ട് US-ഉമായിട്ടുള്ളൊരു ഉറ്റ സഖ്യകക്ഷിയെപ്പോലെ ആവുകയായിരുന്നു ചെയ്തത്. അവിടെയല്ല അതിൻ്റെ അപകടം കിടക്കുന്നത്. ഒന്ന്, ആ ആണവ കരാർ എവിടെയെങ്കിലും എത്തിയോ? ഇല്ല. രണ്ടാമതായി, മോദിക്ക് ഇസ്രായേലുമായുള്ള അതേ രൂപത്തിലൊരു ബാന്ധവത്തിലേക്ക് പോകാനുള്ള ആദ്യ ചുവടുമാറ്റത്തിന് വഴിവെച്ചു കൊടുത്തു എന്ന ആപൽക്കരമായ ഇടപെടലായിരുന്നു ഈ മൻമോഹൻ സിംഗിൻ്റെ ആ ആണവ കരാർ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ മൻമോഹൻ സിംഗിൻ്റെ ഈ പറയുന്ന ഓരോ ഘട്ടത്തിലെ പിഴവുകളുടെ ഏറ്റവും ഒടുവിലത്തേതാണ് നാം വലിയ വായ്ത്താരിയോടെ പറയുന്ന ആധാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ സ്വകാര്യത, അതിൻ്റെ വിശ്വാസ്യത, ഇതെല്ലാം വന്നിരുന്നു. മാത്രമല്ല ആധാറിലൂടെ നമ്മുടെ സ്വകാര്യമായ വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പല ദുരുപയോഗങ്ങൾക്കും അത് ഇടവരുത്തും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതാണ്. അപ്പോൾ ഒരു ഏകീകൃത ഐഡൻറ്റിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആധാർ വന്നു. പിന്നീട് മോദി വന്നപ്പോൾ എന്തൊക്കെയാണ് ഏകീകരിക്കാൻ പോയത്? മോദി ഏകീകരിക്കാൻ പോയത് നികുതി ഘടന, മോദി ഏകീകരിക്കാൻ പോയത് പിന്നെ ഈ പറയുന്ന UCC ഏകീകരിക്കാനായിട്ട് ഇനി പോകുന്നത്, പൗരത്വ നിയമം, ഇനി ഏറ്റവും ഒടുവിൽ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ്. അങ്ങനെ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിന് ആപൽക്കരമാകുന്ന ഒരു ഏകീകൃത ഘടനയിലേക്ക് നമ്മുടെ വ്യവഹാരങ്ങളെയും രാഷ്ട്രീയത്തെയും ഭരണ സംവിധാനത്തെയും ഒക്കെ മാറ്റുന്നതിനുള്ള ആപൽക്കരമായ പ്രതിലോമകരമായൊരു തുടക്കമായി ഈ ആധാർ മാറി എന്നതും പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള ഇടപെടലുകൾക്ക് ഇന്ത്യ വില കൊടുക്കേണ്ടി വന്നോ എന്നത് നാം പരിശോധിക്കണം. യെസ്, അജിംസ്, ഇപ്പം ഈ നിലത്ത് നിന്ന് താഴെത്തട്ടിൽ പന്ത് തട്ടാതെ വളർന്നു വന്ന ഒരാൾ വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അവരോധിതനാവുന്നതിൻ്റെ ഒരു ശരിയല്ലാത്ത കീഴ്വഴക്കത്തിൻ്റെ സൃഷ്ടിയാണ് തുടക്കത്തിലുണ്ടാകുന്നത് എന്ന് വേണുവേട്ടൻ പറഞ്ഞു. പക്ഷെ എന്നാലും അദ്ദേഹം പദവിയിലിരുന്നു കൊണ്ട് ശരിയാവണ്ണം രാജ്യത്തെ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തുമാത്രം സങ്കീർണവും പലപ്പോഴും എന്തുമാത്രം ദരിദ്രവുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ശരിക്കും അദ്ദേഹം പൾസ് മനസ്സിലാക്കുന്നതിൽ എന്തുമാത്രം വിജയിച്ചു എന്നാണ് പറയാൻ പറ്റുക? ഇതേ ചോദ്യം 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കരൺ താപ്പർ BBC-ക്ക് വേണ്ടി അടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഞാനൊരു ആക്സിഡൻ്റൽ പൊളിറ്റീഷ്യനാണ്,
അത് സമ്മതിക്കുകയാണ്. ഞാൻ ആക്സിഡൻ്റൽ പൊളിറ്റീഷ്യനാണ്. പക്ഷെ ഞാനിപ്പോൾ എന്താണ് പൊളിറ്റിക്സിലാണുള്ളത്. ഞാൻ രാജ്യസഭ ആ സമയത്ത് തന്നെ അദ്ദേഹം രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ജനങ്ങളുടെ മാൻഡേറ്റ് ആഗ്രഹിക്കുന്നു, എൻ്റെ പാർട്ടി അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ മാൻഡേറ്റ് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പോകുന്നു. അപ്പോൾ ടെക്നോക്രാറ്റുകൾ രാഷ്ട്രീയത്തിലെ നിർണായകമായ പദവികൾ വഹിക്കാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ വി കെ കൃഷ്ണമേനോൻ്റെ ഉദാഹരണം പറഞ്ഞു. അതിന് മൻമോഹൻ സിംഗ് ഡയറക്റ്റല്ലാതെ ഇൻഡയറക്റ്റായിട്ടൊരു മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം 50കളിൽ ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെയിംസ് കലിഹാൻ എന്ന് പറയുന്ന ഒരു അന്നത്തെ പ്രതിപക്ഷത്തിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് ഷാഡോ മിനിസ്ട്രിയിൽ ധനമന്ത്രിയുടെ ഫിനാൻഷ്യൽ സെക്രട്ടറിയുടെ പദവിയിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആ പദവിയിലിരിക്കുന്ന ഒരു വർഷം മുഴുവനും ഓക്സ്ഫോർഡിൽ വന്ന് അദ്ദേഹം എക്കണോമിക്സ് പഠിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പിന്നീട് പ്രൈം മിനിസ്റ്ററായി, UK പ്രൈം മിനിസ്റ്ററായ ആളാണ്. ഞാൻ നാളെ പ്രൈം മിനിസ്റ്റർ ആവാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ധനമന്ത്രി ആവാൻ പോകുന്ന ആളാണ്. ഇതൊന്നും പഠിക്കാതെ ഞാൻ ആ വകുപ്പ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് മൻമോഹൻ സിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ മതി രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാൻ എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ട്. അത് രാജ്യത്തിനൊരിക്കലും നല്ലതല്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ പുതുതായി ഒന്നും പഠിക്കുന്നില്ല. അവർ സ്കൂളിലും കോളേജിലും പഠിച്ചത് എന്താണോ ആ പഠിച്ച കാര്യം വെച്ചിട്ടാണ് പിന്നെ അവർ മരണം വരെയും രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നത്, പോളിസി ഉണ്ടാക്കുന്നത്. അത് നിർണായകമാണ്. അവർ സ്കൂളിലും കോളേജിലും പഠിച്ച കാര്യം മാത്രം വെച്ചാണ് അവർ പിന്നീട് ഒരു രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന പോളിസികൾ ഉണ്ടാക്കുന്നത്. അത് രാജ്യത്തിന് അപകടകരമാണ്. ഇതിനർത്ഥം അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനർത്ഥം ബ്യൂറോക്രാറ്റുകളെ കൊണ്ടൊരു അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകളെ കൊണ്ടൊരു മന്ത്രിസഭ ചലിപ്പിക്കുക എന്നുള്ളതല്ല, രാഷ്ട്രീയക്കാർ പഠിക്കാൻ തയ്യാറാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എനിക്ക് കുറേ കൂടി ക്ലാരിറ്റി ഉള്ളൊരു പ്രസ്താവനയായിട്ട് തോന്നിയിട്ടുണ്ട് അതേക്കുറിച്ച്. ഇനി മറ്റൊന്ന്, മൻമോഹൻ സിംഗിനെ ഞാൻ വ്യക്തിപരമായി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് വിളിക്കുക. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. നമ്മൾ നടപ്പാക്കിയ നയം സോവിയറ്റ് യൂണിയനിൽ നിന്ന് കൂപ്പിയടിച്ച നയമാണ്. പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കുക, പരമാവധി പൊതുമേഖലയെ പ്രോത്സാഹിപ്പിക്കുക, സ്വകാര്യവൽക്കരണം തടഞ്ഞു നിർത്തുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര വർഷം പോയി, ഒരു 40-45 വർഷം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അത് നമുക്കുണ്ടാക്കിയത് എന്താണ്? അതായത് മൻമോഹൻ സിംഗ് ധനമന്ത്രി ആവുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു ബാങ്ക്രപ്സിയുടെ മുനമ്പിലെത്തി നിന്നതാണ്. അവിടെയാണ് ആ ഒരു ബഡ്ജറ്റിലൂടെ അത് തിരിച്ചു പിടിക്കുന്നത് മൻമോഹൻ സിംഗ് അതേക്കുറിച്ച് പറയുന്നത്, ഞാൻ ആ സമയത്ത് ചെയ്തൊരു എന്താണ് പറയുക, ഒരു ഡാമേജ് കൺട്രോൾ ബഡ്ജറ്റായിരുന്നു അത്. അതായത് നമ്മളൊരു കൊളാപ്സിലേക്ക് പോകുന്നിടത്ത് ഞാൻ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഡാമേജ് കൺട്രോൾ നടത്തുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം നടപ്പാക്കിയ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ, ആ നയങ്ങൾക്ക് പാളിച്ചകളുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ആ ഇൻ്റർവ്യൂ തന്നെ സമ്മതിക്കുന്നുണ്ട്, പാളിച്ചകളുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ് നിശ്ചയിച്ചത് പൊളിറ്റിക്സാണ്. ആ തകർച്ചയ്ക്ക് ശേഷമുള്ള വർഷങ്ങളിൽ പിന്നീട് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതുൾപ്പെടെ മുഴുവൻ സാമ്പത്തിക നയങ്ങളും തീരുമാനിച്ചിരുന്നത് പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങളുണ്ടായി. അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കാനുള്ള ഒരു കാരണം, ഇന്ത്യയിലെ മധ്യവർഗത്തിൻ്റെ രൂപപ്പെടൽ ഉണ്ടായത് അതോടുകൂടിയാണ്, 90-കൾക്ക് ശേഷം. കാരണം ഞാൻ അതിന് മുമ്പും ശേഷവും ജീവിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ജീവിതം തന്നെ നോക്കിയാൽ മതിയല്ലോ. എൻ്റെ ബാല്യവും കൗമാരവും എന്തായിരുന്നു, അങ്ങനെയല്ല എൻ്റെ യൗവനം. ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ബാല്യത്തിലുണ്ടായിരുന്ന അതേ സുഖസൗകര്യങ്ങളോടെ അല്ല, ആ ഒരു ദരിദ്രമായ അവസ്ഥയിലല്ല ഞാനിത് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാറ്റം ഉണ്ടാക്കിയത് 90-കളിലെ ഈ പരിഷ്കാരം തന്നെയാണ്. ഇവിടെ ഒരു മധ്യവർഗത്തെ ഉണ്ടാക്കിയെടുത്തു, ഇന്ത്യയിൽ ഇല്ലാതിരുന്നൊരു മധ്യവർഗത്തെ ഉണ്ടാക്കിയെടുത്തു. മറ്റൊന്ന്, ഞാൻ പലപ്പോഴും മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറുപ്പത്തിൽ, എനിക്കൊരു 17-18 വയസ്സുള്ളപ്പോൾ അന്ന് ബോംബെക്ക് ജയന്തി ജനത എന്ന് പറയുന്നൊരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ പോകുന്നത് ജോളാർപേട്ട് കടന്നാൽ പിന്നെ ഈ റായലസീമ, തെലങ്കാന ആ ഏരിയയിലൂടെ പോയി കർണാടകയിൽ കയറി വീണ്ടും 3 ദിവസം മറ്റോ എടുക്കും ബോംബെ ചെല്ലാൻ. ഞാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു 96 മറ്റാണെന്ന് തോന്നുന്നു. അന്ന് കണ്ട ആന്ധ്രയല്ല, ആന്ധ്രയും തെലങ്കാനയല്ല. 2014 ഞാൻ ലോക്സഭാ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ കാണുന്നത് ആന്ധ്രയും തെലങ്കാനയും. ആ ട്രാൻസിഷന് കാരണം ഈ പറയുന്ന പ്രൈവറ്റൈസേഷനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എവിടെയാണ്? 8 മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഒരു മനുഷ്യനെ പോലും കാണാനില്ലാത്ത വരണ്ട ഊഷരമായ ഭൂമിയിലൂടെ ട്രെയിൻ പോകുന്ന സ്ഥലമാണ്. ഇന്ന് ആ സ്ഥലങ്ങളൊക്കെ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളായി മാറിയിരിക്കുന്നു. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അത്രമാത്രം ആ പറയുന്ന 8 മണിക്കൂർ യാത്ര ചെയ്താൽ മനുഷ്യനെ പോലും കാണാത്ത സ്ഥലങ്ങളിൽ ഇന്ന് ഇൻ്റർനെറ്റ് ലഭ്യമാണ്.
ഇന്ന് കമ്മ്യൂണിക്കേഷൻ സൗകര്യം ലഭ്യമാണ്, സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്. അപ്പോൾ മൻമോഹൻ സിംഗ് 99 അഭിമുഖത്തിൽ വീണ്ടും പറയുന്നൊരു കാര്യം, നമ്മൾ ഈ പൊതുമേഖലയെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഒരു സർക്കാർ ഹോട്ടൽ നടത്തേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിക്കുകയാണ്, സർക്കാർ ഹോട്ടൽ നടത്തേണ്ട, അത് ചെയ്യരുത്. നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കണ്ടെത്തി അത് പ്രൈവറ്റൈസ് ചെയ്യുക, നമ്മുടെ എഫേർട്ട് എഡ്യൂക്കേഷനിലും ഹെൽത്ത് സെക്ടറിലും വിനിയോഗിക്കുക. അതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇപ്പോൾ 1ഉം 2ഉം UPA സർക്കാർ ചെയ്തത് അത് തന്നെയാണ്. പിന്നെ 90കളുടെ തുടക്കത്തിൽ നടപ്പാക്കിയിട്ടുള്ള ആ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ തിരിച്ചടികളെക്കുറിച്ച് ബോധവാനായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് 1ാം UPA സർക്കാർ 2ാം UPA സർക്കാരും തെളിയിക്കുന്നുണ്ട്. 1ാം UPA സർക്കാരിൽ തൊഴിലുറപ്പ് പദ്ധതി മുതൽ ഒരുപാട് റിഫോംസ് ആ സർക്കാർ കൊണ്ടുവന്നു, ഒരുപാട് റിഫോംസ്. തൊഴിലുറപ്പ് പദ്ധതി ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ ഓരോ ഘട്ടത്തിലും തങ്ങൾക്ക് പറ്റിയ പിഴവുകളെ തന്നെ തിരുത്തിക്കൊണ്ടാണ് ആ സർക്കാരുകൾ മുന്നോട്ട് പോയത്. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ കാരണം, ഒരുപക്ഷെ മൻമോഹൻ സിംഗ് വീണ്ടും അധികാരത്തിൽ വന്നായിരുന്നെങ്കിൽ 1ഉം 2ഉം UPA സർക്കാരുകളുടെ പിഴവുകളെ തിരുത്തിക്കൊണ്ടൊരു പുതിയ നയം വരുമായിരുന്നു. രാഹുൽ ഗാന്ധി 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് NDTV നൽകുന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ നിങ്ങൾ എതിർക്കുന്നതെന്ന ചോദ്യത്തിന് രവീഷ് കുമാറാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത്, രവീഷ് ചോദിക്കുകയാണ്, നിങ്ങളുടെ തന്നെ നയമല്ലേ, നിങ്ങൾ തുടങ്ങി വെച്ച നയമല്ല അദ്ദേഹം തുടരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്, ഞങ്ങൾ തുടങ്ങി വെച്ചതാണ്, പക്ഷെ അതൊരു തെറ്റായ മാതൃകയായിരുന്നു എന്ന് ഞങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതിൽ പാളിച്ചകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് തിരുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഓരോ സർക്കാരും അത് തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഞങ്ങൾ തുടങ്ങി വെച്ച തെറ്റുകൾ അതേപടി ആവർത്തിക്കുകയാണ് മോദി ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നിർണായകമായ ഒരു സൂചനയാണ്. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് മൻമോഹൻ സിംഗിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരുപക്ഷെ അത് കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യയിൽ ഉയർന്നു വന്ന ആ മധ്യവർഗം ആരുടെ വോട്ടർമാരെ, BJPയുടെ വോട്ടർമാരായി മാറിയുന്നത് ശരിയാണ്. പക്ഷേ ദാരിദ്ര്യ ലഘൂകരണത്തിൽ, ഇന്ത്യയുടെ വാതിലുകളെ ലോകത്തിന് മുമ്പിൽ തുറന്നിടുന്നതിൽ, ഇന്ത്യൻ യുവാക്കൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ, ഇന്ന് ഇന്ത്യൻ യുവാക്കളില്ലാത്ത രാജ്യങ്ങളില്ല, അവർ സഞ്ചരിക്കാത്ത മേഖലകളില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സ്കിൽ, ഇന്ത്യയുടെ റിസോഴ്സസ് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ വാതിലുകൾ തുറന്നിട്ട് ഇന്ത്യൻ യുവതയെ പറക്കാൻ പ്രേരിപ്പിച്ചു മൻമോഹൻ സിംഗ്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം. 90കളിൽ നിന്ന് നമ്മൾ 2024 എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റത്തിന് കാരണം അതാണ്. ഇത് കേവലം സാമ്പത്തികമായ ഒരു റിഫോർമേഷൻ മാത്രമല്ല നിഷാദ്, ഇത് സാമൂഹികമായ ഒരു റിഫോർമേഷൻ കൂടിയാണ്. അതുകൂടി ഞാൻ പറയാം. അതിന് കാരണം 90കൾക്ക് മുമ്പ് ഇല്ലാതിരുന്ന എന്താണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ആളുകളെ കൂടുതൽ ധനവാന്മാരെ കൂടുതൽ ധനവാന്മാരാക്കുകയും ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുകയും ചെയ്യുന്നതാണ് മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക പരിഷ്കാരം എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം CPM-ഉം CPI-ഉം ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണ് ഉണ്ടായത്? അല്ല. ധനവാന്മാർ കൂടുതൽ ധനവാന്മാരായി, സ്വത്ത് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദാരിദ്ര്യം ലഘൂകരിക്കപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. ആ ദാരിദ്ര്യം ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് എൻ്റെയും നിഷാദിൻ്റെയും വേണുവിൻ്റെയും ഒക്കെ ജീവിതം തന്നെ സാക്ഷിയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലൈഫുകൾ തന്നെ സാക്ഷിയാണ്. നമ്മുടെ ചെറുപ്പകാലത്ത്, നമ്മുടെ ബാല്യത്തിനും കൗമാരത്തിനും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അയൽവക്കമല്ല ഇന്ന് നമ്മൾ കാണുന്ന അയൽവക്കം. നമ്മുടെ ഒരു നെയ്ബർഹുഡ് അങ്ങനെയല്ല എങ്കിൽ ആ മാറ്റം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് തന്നെയാണ്. എന്തായാലും മൻമോഹൻ സിംഗ് വിട പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള വായനകൾക്കുള്ള സാധ്യത അവശേഷിക്കുന്നു.